ഹൈന്ദവ വിശ്വാസപ്രകാരം കർമ്മവും ധർമ്മവും വളരെ പ്രാധാന്യമേറിയതാണ്. മുൻ ജന്മത്തിലെ പ്രവൃത്തികളുടെ ഫലമാണ് നാം ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. ഈ ജന്മത്തിലെ പ്രവൃത്തികളുടെ ഫലം നമ്മുടെ അടുത്ത ജന്മം അനുഭവിക്കുന്നു എന്നാണ് വിശ്വാസം. മരണം എന്ന സത്യത്തെ ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. എന്നാൽ എങ്ങനെയാണ് യമലോകത്തേക്ക് നമ്മുടെ ആത്മാവ് എത്തുന്നത്? എങ്ങനെയാണ് നാം മരിക്കുന്നത്? എന്താണ് മരണവിളി തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഗരുഡപുരാണത്തിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. മരണം സംഭവിക്കുന്ന നിമിഷത്തെക്കുറിച്ച് ഗരുഡപുരാണം പറയുന്നത് ഇങ്ങനെയാണ്: മരണത്തിലേക്ക് കടക്കുന്ന അവസാന നിമിഷങ്ങളിൽ സമീപത്ത് നിൽക്കുന്നവരോട് ഒരു വാക്കു പറയണമെന്ന് നാം ആഗ്രഹിക്കുമെങ്കിലും സാധിക്കില്ല. ഇങ്ങനെയാണ് മരണത്തിന്റെ ആദ്യ നിമിഷങ്ങൾ. രണ്ടാം ഘട്ടത്തിലാണ് രൂപമില്ലാത്ത യമദൂതന്മാർ എത്തുന്നത്. ഇവരെ മരണശയ്യയിലുള്ള വ്യക്തിക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ ഭാവവ്യത്യാസങ്ങളിലൂടെ യമദൂതന്മാരുടെ സാന്നിധ്യം സമീപം നിൽക്കുന്നവർക്ക് തിരിച്ചറിയാനാകുമെന്നും പുരാണത്തിൽ പറയുന്നു. ആത്മാവിനെ യമലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക എന്നതാണ് യമദൂതന്മാരുടെ ആഗമന ഉദ്ദേശം. ഈ സമയം ആത്മാവ് വളരെ ഉച്ചത്തിൽ കരയുമെങ്കിലും യമദൂതന്മാർ ദയ കാണിക്കില്ലെന്ന് ഗരുഡപുരാണം വിവരിക്കുന്നു. യമലോകത്തേക്കുള്ള യാത്രയിലാണ് ജന്മത്തിലെ നല്ലതും മോശവുമായ പ്രവൃത്തികൾ ഓർമ്മിക്കുന്നത്. നിലത്ത് സ്പർശിക്കാൻ സാധിക്കാതെ ജ്വലിച്ചു നിൽക്കുന്ന രൂപം എന്നാണ് ആത്മാവിനെ കുറിച്ച് ഗരുഡപുരാണം വിവരിക്കുന്നത്. ആദ്യം ആത്മാവ് യമലോകത്തിലെ തന്റെ സ്ഥാനത്തേക്കാണ് എത്തുന്നത്. ഇതിനുശേഷമായിരിക്കും യമരാജാവുമായി കണ്ടുമുട്ടുന്നത്. ഈ കൂടിക്കാഴ്ചയിലാണ് ബന്ധുക്കളുടെ അടുത്തേക്ക് പോകുവാനുള്ള അനുമതി ലഭിക്കുന്നത്. തന്റെ ശരീരത്തിലേക്ക് തിരികെ പോകണമെന്ന് ആത്മാവ് അപേക്ഷിക്കുമെങ്കിലും ഇതിന് യമദൂതന്മാർ അനുമതി നൽകില്ലെന്നും പുരാണത്തിൽ പറയുന്നു. മരണശേഷമുള്ള പൂജകൾ നടത്തിയാൽ മാത്രമേ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ എന്നും ഗരുഡപുരാണം വ്യക്തമാക്കുന്നു.